അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, അധ്യാപകരെ, നമ്മുടെ ഉലൂമുദ്ദീനിൻ്റെ 1ാമത്തെ പാഠം അഫില്ലാഹി ശക്കുൻ, അള്ളാഹുവിൽ സംശയമുണ്ടോ? അതിൻ്റെ വർക്കുകൾ നമുക്ക് കാണാം. ആദ്യം തന്നെ നുക്കമ്മിലു വ നക്തശിഫു മിനൽ ഖുർആൻ, പൂരിപ്പിക്കുക, ഖുർആനിൽ നിന്ന് വ്യക്തമാക്കുക. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി ഡാഷ് ലി ഉലിൽ അൽബാബ്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലി ഉലിൽ അൽബാബ്. 2 വഫിൽ അർളി ആയാത്തുൻ ഡാഷ് തുബ്സിറൂൻ, വഫിൽ അർളി ആയാത്തുൽ ലിൽ മൂഖിനീൻ വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. അതാണ് എഴുതി കൊടുക്കേണ്ടത്. 3 അഫില്ലാഹി ഡാഷ് വൽ അർളി, അഫില്ലാഹി ശക്കുൻ ഫാത്തിരിസ് സമാവാതി വൽ അർളി. 2ാമത്തെ ഭാഗം കാണാൻ നുജീബ്, ഉത്തരമെഴുതുക. സൃഷ്ടാവ് അള്ളാഹു തആലയാണെന്നതിന് ഭൂമിയിൽ കാണുന്ന ദൃഷ്ടാന്തങ്ങൾ: മലകൾ, കാടുകൾ, പുഴകൾ, കടലുകൾ, പുഴകൾ, കാടുകൾ. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇനിയും നമുക്ക് ആവശ്യമുള്ളത് എഴുതാം. ഇനി അടുത്തത്, എല്ലാറ്റിൻ്റെയും സംവിധായകൻ അള്ളാഹു തആലയാണെന്നതിന് ആകാശലോകത്ത് കാണുന്ന ദൃഷ്ടാന്തങ്ങൾ: ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, ധൂമകേതുക്കൾ, ഉൽക്കകൾ, ഗാലക്സികൾ. ഇനി 3 എല്ലാം സംവിധാനിച്ചത് അള്ളാഹു തആലയാണെന്നതിന് നമ്മുടെ ശരീരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ. ഉത്തരം: നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളിലായി പയർവിത്തിൻ്റെ ആകൃതിയിൽ 2 വൃക്കകൾ, അവ രണ്ടിലുമായി 20 ലക്ഷത്തോളം നെഫ്രോണുകൾ. ഇനി അടുത്തത് നഷ്റഹുൽ മഅന, അർത്ഥം വ്യക്തമാക്കുക. വഫിൽ അർളി ആയാത്തുൽ ലിൽ മുഖിനീൻ, ഭൂമിയിൽ ദൃഢവിശ്വാസികൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇനി വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, അവരുടെ ശരീരങ്ങളിലും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ. 3 അഫില്ലാഹി ശക്കുൻ ഫാത്തിരിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുവിൽ സംശയമുണ്ടോ? ഇനി അവിടെ അടിയിൽ തഖ്സീസ്, പ്രപഞ്ച സൃഷ്ടാവ് അള്ളാഹു തആല എന്ന വിഷയത്തിൽ ലേഖനം തയ്യാറാക്കുക. ആസൂത്രകനില്ലാതെ ഒന്നുമുണ്ടാവുകയില്ല. പാഠത്തിൽ പറഞ്ഞതുപോലെ ഒരു സാങ്കല്പിക കഥ തയ്യാറാക്കുക. ഇത് കുട്ടികൾ ചെയ്യേണ്ടതാണ്. നന്നായി എഴുതി, വൃത്തിയായി എഴുതി നിങ്ങൾ ഉസ്താദിനെ കാണിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.